ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് ജിൻഡോയുടെ കാര്യം. ആരൊക്കെ ക്യാപ്റ്റനായിട്ട് വന്നാലും ജിൻഡോയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ജിൻഡോയുടെ കാണുന്ന ക്രൂരതയ്ക്ക് ഒട്ടും കുറവില്ല. ഇപ്പം ജിൻഡോയുടെ അടുത്ത കക്ഷിയാണെന്നറിയപ്പെടുന്ന നന്ദനയാണ് വന്നിരിക്കുന്നത് ക്യാപ്റ്റനായിട്ട്. നന്ദന വന്നിട്ടും ആ ക്രൂരതയ്ക്ക് യാതൊരു കുറവും കോട്ടവും വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഒരു ടാസ്ക്കായിരുന്നു ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ടാസ്ക്. ആ ടാസ്കിൽ ഒത്തിരി വട്ടങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. വട്ടങ്ങളിനകത്തെല്ലാം ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ബഫർ അടിക്കുമ്പോഴത്തേന് ഈ വട്ടത്തിനകത്ത് എല്ലാവരും കയറി നിൽക്കണം. അങ്ങനെ കയറി നിൽക്കാൻ പറ്റാത്തവർ ഔട്ടായി എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. അതിനെ നോക്കാൻ ഏൽപ്പിച്ചത് ക്യാപ്റ്റനായ നന്ദനയാണ്. നന്ദന ബിഗ് ബോസ് ബഫർ അടിച്ചപ്പം ജിൻഡോയുടെ കാല് അകത്ത് തന്നെ ആയിരുന്നു. പക്ഷേ നോറയുടെ കാല് പുറത്തായിരുന്നു. നോറയുടെ കാല് പുറത്തിരുന്നത് നന്ദന കാണുന്നില്ല. പക്ഷേ ജിൻഡോയുടെ കാല് അകത്തിരുന്നത് നന്ദന കണ്ടു തെറ്റിദ്ധരിച്ച് നന്ദന പുറത്താണ് എന്ന് പറയും. തെറ്റിദ്ധരിച്ചതാണോ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി മനഃപൂർവ്വമാണോ എന്നും നമുക്കറിയില്ല. കാരണം ജിൻഡോയെ കാണുമ്പോൾ പലർക്കും ഒരു ചൊറിച്ചിലുണ്ട്. അത് നന്ദനയ്ക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നന്ദന വന്നിട്ടും ജിൻഡോയോടുള്ള ക്രൂരതയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. അങ്ങനെ അകത്ത് ചെന്ന ജിൻഡോയെ പുറത്താക്കിയാണ് നമ്മളെ നന്ദന ക്യാപ്റ്റൻസി തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചത്. ബിഗ് ബോസിന് പറ്റിയ ക്യാപ്റ്റൻ തന്നെയാണ് താനെന്ന് നന്ദന തെളിയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബിഗ് ബോസിൻ്റെ ഇത് പറച്ചിൽ വന്നു. നന്ദന ക്യാപ്റ്റൻ്റെ തീരുമാനമാണ് അന്തിമം, അതുകൊണ്ട് ജിൻഡോ പുറത്ത് എന്നുള്ളത്. അങ്ങനെ ഈ ടാസ്കിൽ നിന്ന് ജിൻഡോ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുന്നു. ഗെയിമിന് വേണ്ടി ചത്ത് കളിക്കാനും തയ്യാറാകുന്ന ജിൻഡോ ഈ ടാസ്കിൽ നിന്ന് പുറത്തായത് കണ്ടപ്പോഴേ അത് ജെന്യൂൻ അല്ലെന്ന് കാണുമ്പോഴാണ് നമുക്ക് വിഷമം.